ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മൾ കിച്ചണിൻ്റെയൊക്കെ ഏരിയയിൽ കിച്ചണിൻ്റെ സ്ലാബിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരടി ഹൈറ്റിലാണ് സാധാരണ നമ്മൾ സ്വിച്ച് ബോർഡുകൾ കൊടുക്കുന്നത്. ഈ സ്വിച്ച് ബോർഡുകളിൽ തന്നെ 2 പവർ പ്ലഗ് നമുക്ക് ആവശ്യമുള്ള ഏരിയകളും ഉണ്ടാവും. ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇൻഡക്ഷൻ കുക്കറും അതുപോലെ തന്നെ പെട്ടെന്ന് 2 പവർ ആവശ്യമുള്ള ചില ഏരിയകളുണ്ട്. ആ ഏരിയയിൽ നമുക്ക് ഒറ്റ സർക്യൂട്ടിൽ നിന്ന് തന്നെ 2 പവർ പ്ലഗ് നമുക്ക് കൊടുക്കാമെന്നുള്ളതാണ് ഇന്നിപ്പോൾ നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുന്ന 2 പവർ പ്ലഗ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 6 മോഡ്യൂളുടെ മെറ്റൽ ബോക്സാണ് നമ്മൾ ആദ്യമേ തന്നെ കൺസീൽ ചെയ്ത് വെക്കേണ്ടത്. അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 30 സെൻറ്റിമീറ്റർ സ്ലാബിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്ന സർക്യൂട്ട് നോക്കുക. ഈ പച്ചവാറ എന്ന് പറയുന്നത് എർത്താണ്, അതായത് ഡി ബിയിൽ നിന്ന് വന്നിരിക്കുന്ന ഡയറക്റ്റ് എർത്താണ് അത് വന്നിരിക്കുന്നത് 1.5. അത് രണ്ടിലും ലിങ്ക് ചെയ്ത് കൊടുക്കുക. 2 പ്ലഗ് സോക്കറ്റിലും എർത്ത് ലിങ്ക് ചെയ്ത് കൊടുക്കുക. സെയിം എർത്ത് തന്നെ കൊടുക്കുക. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്രാണ് വരുന്നത്. ഇവിടെ RYB സിസ്റ്റം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ന്യൂട്രൽ വരുന്നത് നീലയാണ് വരുന്നത്. നീലയാണ് RYB. അതിൽ നീല വരുന്നത് ന്യൂട്രാണ് വരുന്നത്. ആ ന്യൂട്രുകൾ കയറി ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതുകൊണ്ട് തന്നെ 2 ന്യൂട്രൽ വരുന്നുണ്ട്. ഒന്ന് ഇതിൽ വന്നതിന് ശേഷമാണ് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ 2 നീലയും തമ്മിൽ ജോയിൻറ്റ് ചെയ്യുക. സ്ട്രിപ്പ് ചെയ്ത് ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ഒറ്റ വയറാക്കി അങ്ങനെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. തൊട്ടപ്പുറത്തും ഇതിൽ നിന്ന് എൻ്റെ സെയിം സർക്യൂട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജോയിൻറ്റ് ചെയ്ത് ഒറ്റയാക്കിയതിന് ശേഷം സ്ട്രിപ്പ് ചെയ്ത് ഒറ്റയാക്കിയതിന് ശേഷം നമ്മൾ ആ ന്യൂട്രൽ 2 പ്ലഗ് സോക്കറ്റിനും കൂടി കൊടുക്കുക. 2 പ്ലഗ് സോക്കറ്റിൻ്റെയും കൂടി കൊടുക്കുക. 2 പ്ലഗ് സോക്കറ്റിന് കൊടുക്കുന്നത് കൂടാതെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അതിൻ്റെ ഇൻഡിക്കേറ്റർ ഉണ്ട്, അതായത് സ്വിച്ചിൻ്റെ ഇൻഡിക്കേറ്റർ ഉണ്ട്. കാരണം പവർ പ്ലഗ് ആയതുകൊണ്ട് തന്നെ 20 ആംസിൻ്റെ സ്വിച്ച് ആയതുകൊണ്ട് തന്നെ ഇൻഡിക്കേറ്റർ ഉണ്ട്. ആ ഇൻഡിക്കേറ്ററിന് കൂടി ന്യൂട്രൽ കൂടി കൊടുത്ത് 2 സോക്കറ്റിൻ്റെയും കൊടുക്കുക. 2 സൈഡിൻ്റെ N എന്ന് മാർക്ക് ചെയ്ത സ്ഥലമുണ്ട്, അതായത് സോക്കറ്റിൽ തന്നെ N എന്ന് മാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് Nലേക്ക് കൊടുക്കുക. ഇതിലേക്കും കൊടുക്കുക. ഈ ആദ്യത്തെ പ്ലഗിൻ്റെ സോക്കറ്റിലേക്കും കൊടുക്കുക. പിന്നെ അതിനുശേഷം രണ്ടാമത്തെ പ്ലഗ് സോക്കറ്റിലേക്കും കൊടുക്കുക. അങ്ങനെ 2 സ്ഥലത്തേക്കും. അപ്പോൾ 2 പ്ലഗ് സോക്കറ്റിലേക്കും സെയിം ന്യൂട്രൽ ആയി കഴിഞ്ഞു. പിന്നെ അതുകൂടാതെ തന്നെ 2 ഇൻഡിക്കേറ്ററും കൂടി 2 ഇൻഡിക്കേറ്ററിനും 2 സ്വിച്ചിൻ്റെ 2 ഇൻഡിക്കേറ്ററിനും കൂടി ന്യൂട്രൽ കൊടുക്കുക. ഇനി വരുന്നതിന് ഫേസ് വരുന്നത് മഞ്ഞയാണ് വരുന്നത്. അത് നമ്മൾ താഴെ 2 സ്വിച്ചിൻ്റെ താഴെ 2നും കൂടി ലിങ്ക് ചെയ്യുക. അതിനുശേഷം ഒരു സ്വിച്ചിൻ്റെ ഔട്ട് വരുന്നത് നേരെ അടുത്ത പ്ലഗ് സോക്കറ്റിൻ്റെ L എന്ന് മാർക്ക് ചെയ്ത സ്ഥലമുണ്ട്. L എന്ന് മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് കൊടുക്കുക. അതുപോലെ തന്നെ അതുപോലെ തന്നെ പ്ലഗ് സോക്കറ്റിൻ്റെ ഇപ്പുറത്തെ ഇപ്പുറത്തെ സ്വിച്ചിൽ നിന്നും നേരെ ഇപ്പുറത്തെ സ്വിച്ചിൻ്റെ പ്ലഗ് സോക്കറ്റിലേക്കും കൂടി കൊടുക്കുക. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫേസ്, ന്യൂട്രൽ, എർത്ത് ഇത്രയുമാണ് ഒരു മെയിനായിട്ട് വരുന്ന ഒരു പവർ സർക്യൂട്ട് വരുന്നത്. അത് നേരെ വരുന്ന ഡി ബിയിൽ നിന്നാണ്. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 20 ആംസിൻ്റെ സ്വിച്ച്, പവർ സർക്യൂട്ട് ആയതുകൊണ്ട് 20 ആംസിൻ്റെ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 20 ആംസിൻ്റെ എന്ന് പറയുമ്പോൾ 16 ആംസ് നമുക്ക് ഓൾറെഡി ഉള്ളതും അതുപോലെ തന്നെ 16 ആംസിൻ്റെയാണ് പ്ലഗ് സോക്കറ്റ് കൊടുത്തിരിക്കുന്നത്. 16 ആംസിൻ്റെ നമ്മൾ പറഞ്ഞെങ്കിൽ 20 ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് സ്വിച്ച് നമ്മൾ 20 കൊടുത്തു. അത് പ്രശ്നമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 16 ആംസ് നമുക്ക് പ്ലഗ് സോക്കറ്റ് കിട്ടുക. 2 പവർ പ്ലഗ്. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ GMൻ്റെ ഗോൾഡ് മെഡലിൻ്റെ കർവ് എന്ന മോഡലാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. ഗോൾഡ് മെഡലിൻ്റെ പുതിയ മോഡലാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.